ഓ ഹലോ. ആഹാ മാലതിയാ. ദീപുവിനെ വേണമായിരിക്കും. അവനെ തൽക്കാലം കിട്ടാൻ ബുദ്ധിമുട്ടാ. കൂടുതൽ സംസാരിക്കാൻ സമയമില്ല. നീ ഫോൺ വയ്ക്ക്, അല്ലെങ്കിൽ ഞാൻ വയ്ക്കാം. ദീപു, അടുത്ത ഫോൺ അടിക്കുന്നതിന് മുമ്പ് നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരുന്നുണ്ടോ? വായിട്ടളിച്ച് എനിക്ക് മതിയായി. അമ്മ ഇനി ആ ഫോൺ എടുക്കണ്ട, അത് അവിടെ കിടന്ന് അടിക്കട്ടെ. നീ എന്തെടുക്ക അവിടെ? ഒരൊറ്റ അണ്ടർവെയർ പോലും കാണാനല്ലേ? അതിനൂടെ കള്ളന്മാരൊന്നും വന്നില്ലല്ലോ. അണ്ടർവെയർ കേൾക്കാനോ? കള്ളന്മാരെ ഇൻസൾട്ട് ചെയ്യില്ലേ? എനിക്ക് വേണ്ട മമ്മി. ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. അങ്ങനെ നീ ഇപ്പൊ വെറുമേറ്റ് സ്കൂളിൽ പോയി ഞാൻ സമ്മതിക്കില്ല. നോക്കമ്മേ. ഇടി പെണ്ണേ, ഡേ നിക്കാനാ പറഞ്ഞത്. ദീപു, നീ ഒന്നിങ്ങ വന്നേ. ദേ ഈ പെണ്ണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല. ഞാൻ വന്ന് കഴിച്ചാ മതിയോ? നീ വന്ന് അവൾക്ക് നല്ലൊരു അടി കൊടുക്കുന്നേ. തൽക്കാലം അവളെ ചേച്ചി എന്നെ അടിക്ക്. എനിക്ക് സ്വന്തം മക്കളുണ്ടാവുമ്പോ ഞാൻ അവരെ അടിച്ചോളാം. എന്നെ കുത്തിയതാ. കല്യാണം വൈകുന്നതിലുള്ള ദേഷ്യ. എങ്ങനെ ദേഷ്യം വരാതിരിക്കും? പെണ്ണ് അന്വേഷിച്ച് അവന്റെ ചെരുപ്പ് എത്രയാ തേഞ്ഞത്? എന്തുമാത്രം പാന്റും ഷർട്ടും കേറി. ആ എന്നാ പിന്നെ ഇന്ന് മുതൽ അമ്മ എന്നെ അറിയിക്കോ അവന് പെണ്ണ് കാണാൻ. അന്നേ ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ അവന്റെ ഭാര്യ ഇപ്പൊ 3 പ്രസവിച്ചേനെ. ദീപുട്ടാ, ഇപ്പൊ തന്നെ ലേറ്റ് ആയിട്ടോ. ചേച്ചി, ഈ പൊട്ട് കൊള്ളാവോ? പൊട്ട് മാത്രം നന്നായിട്ട് എന്ത് കാര്യം? എടി രമ്യേ, ദേ ദീപുട്ടാ. 15 മിനിറ്റ് തപ്പിയിട്ട് ഒരു അണ്ടർവെയർ കിട്ടിയത്. അത് കഴിഞ്ഞ് നോക്കുമ്പോ മുണ്ടൊന്നും തേച്ചിട്ടില്ല. മുണ്ട് തേച്ച് കഴിഞ്ഞ് നോക്കിയപ്പോ ഷർട്ടൊന്നും അലക്കിയിട്ടില്ല. ഈ വീട്ടിലും പരിസരങ്ങളിലുമായിട്ട് എനിക്ക് 5 പെങ്ങന്മാരുണ്ട്. പക്ഷെ എന്റെ കാര്യം നോക്കാൻ ഒരാൾ പോലും ഇല്ല. എന്നാലും ഒരു കല്യാണം കഴിക്കാന്ന് വെച്ചാലോ ഒരു പെണ്ണിനെയൊട്ട് ഒത്ത് കിട്ടുന്നുമില്ല. പ്രേമിക്കാനുള്ള പ്രായവും കഴിഞ്ഞു. മാത്രമല്ല മരിച്ചുപോയ മാർബിൾ മാധവന്റെ ഏക മകൻ പ്രേമിക്കാന്നൊക്കെ പറഞ്ഞ അത് കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്ന പണിയല്ലല്ലോ. ആ നിന്റെ കോളേജിൽ ചുരുങ്ങിയത് ഒരു 500 പെമ്പിള്ളേരെങ്കിലും കാണില്ലേ? അക്കൂട്ടത്തിന് എനിക്ക് പറ്റിയ ഒരെണ്ണം, ഒരേ ഒരെണ്ണം. പ്രയാസമാണ്. നമ്മുടെ ചേച്ചിമാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അവിടെ ഇല്ല. ആരാടി ഈ ചേച്ചിമാരെ കുറ്റം പറയുന്നേ? ഇവനെ നമ്മൾ 5 പെങ്ങന്മാരുടെ ഒരേ ഒരു ആങ്ങളെയാ. എല്ലാ ഗുണഗണങ്ങളും ഉള്ള ഒരു പെങ്കൊച്ചിനെ കിട്ടുന്നവരെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നെ നീ ഏത് കൊന്തനാണെങ്കിലും കെട്ടിക്കോ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. അതെ, മുട്ട വറുത്തപ്പോ കരിഞ്ഞു പോയി, അതുകൊണ്ട് ഇന്ന് മുട്ടയില്ല. അയ്യോ, വേറെ മുട്ട ഉണ്ടായിരുന്നല്ലോ. വേറെ 2 മുട്ട ഉണ്ടായിരുന്നു, ഞാൻ പൊട്ടിച്ചു കുടിച്ചു. നല്ല സത്യസന്ധയായ ജോലിക്കാരി. അപ്പൊ ചേച്ചി, എങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ പെണ്ണ് കാണൽ പരിപാടി? ഏത് ദിശയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്? വടക്കൻ കേരളം, മധ്യ കേരളം, തെക്കൻ കേരളം? ദീപു ഏട്ടാ, ലേറ്റ് ആയി. അപ്പൊ എങ്ങനെയാണ് തീരുമാനിച്ചിട്ടേ എന്നെ ഷോപ്പിലേക്ക് വിളിച്ചാൽ മതി. ഓക്കെ? ഏട്ടി കള്ളി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഒളിച്ചതാണല്ലേ? ഫ്രിഡ്ജിലുള്ള ചോക്ലേറ്റ് കഴിച്ചപ്പോ എന്റെ വയറ് നിറഞ്ഞു മാമ. ദീപു, അവളെ ഇറക്കി വിട. ദീപു മാമ, വണ്ടി വിട്. അവളെ ഇറക്കി വിട. ഞാൻ ചോക്ലേറ്റ് കഴിച്ചു മമ്മി. ഹലോ. ദീപുമാമൻ വെറും കള്ളനാ. ഇന്നലെ സർക്കസിന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ലേ? അയ്യോ, ദീപുമാമൻ അത് മറന്നുപോയി മോളെ. മോളുടെ സ്കൂൾ ബസ് ദൂരെ വന്നില്ലേ? സമയം ആവുന്നല്ലേ ഉള്ളൂ, ഇപ്പൊ വരും. അമ്മേടെ ദീപുമാമൻ വന്നു. കേട്ടോ ദീപുമാമ, ഞങ്ങളുടെ ക്ലാസ്സിൽ ടോണി പോൾ പറയാ ദീപുമാമന്റെ മാർബിൾ ഷാപ്പിൽ ഭയങ്കര കഴുത്തറപ്പാണെന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ശരിയാന്ന്. അങ്ങനെയാണോ നീ പറയേണ്ടത്? എന്നാ നിന്റെ ടോണി പോളിനോട് പറ, അങ്കിളിന് ഫ്രീ ആയിട്ട് മാർബിൾ തരാനേ രാജസ്ഥാനിൽ എന്റെ വല്യപ്പന്മാരും ഇല്ലെന്ന്. ഒരു ടോണി പോളേ. ഹലോ 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 ഹലോ. അയ്യോ, എന്റെ മക്കൾക്ക് ആരാ പൗഡർ ഇട്ട് തന്നത്? അല്ല നീ വല്ല ചാരക്കുഴിയിലും പോയി വീണോ? എടാ, നിന്നെ ഞാൻ കാലത്ത് അങ്ങോട്ട് വിളിച്ചിരുന്നു. എന്താ വിശേഷിച്ച്? ഇവിടുത്തെ ഗ്യാസ് തീർന്നു പോയി. എന്റെ ഗ്യാസ് ഏകദേശം തീരാറായി. തമാശകള. ആ ഗ്യാസുകാരൻ പറഞ്ഞു തൽക്കാലം ഡോർ ഡെലിവറി പറ്റില്ലാന്ന്. നീ ആ കുറ്റി കൊണ്ടുപോയി ഒന്ന് മാറ്റിയെടുത്തോണ്ട് വാ. അമ്മേ, ഇന്നെങ്കിലും സർക്കസിന് കൊണ്ടുപോകാൻ ദീപുമാമനോട് പറ. ചേട്ടാ, നിങ്ങളെയൊക്കെ സർക്കസ് കാണിക്കാനും ഗ്യാസ് കുറ്റി മാറ്റാനും ഒരു പൊണ്ണത്തടിയും നിങ്ങളുടെയൊക്കെ അച്ഛനില്ലേ ഇവിടെ? അങ്ങേരോട് പോയി പറ. ഹലോ ദീപു. അയ്യോ, വിജയേട്ടനുണ്ടായിരുന്നു ഇവിടെ. ജീപ്പ് ഇതുവരെ വന്നില്ല. ദീപു എന്നെ ഉദ്ദേശിച്ചാണോ പൊണ്ണത്തടിയനെന്ന് പറഞ്ഞത്? ചേച്ചേ, അയ്യേ, എന്താ ഇവൾക്ക് സർക്കസ് കാണുന്നു പറഞ്ഞേ. അപ്പൊ ഞാൻ പറയായിരുന്നു, സർക്കസിനകത്തൊരു പൊണ്ണത്തടിയനുണ്ട്, ഭയങ്കര തടിയാ, വെയിറ്റ് ലിഫ്റ്ററാ. ദീപുമാമൻ നുണ പറയണ്ട, അച്ഛനെ തന്നെ പൊണ്ണത്തടിയെന്ന് വിളിച്ചത്. ദൈവം അടി വെച്ചെന്നുണ്ടല്ലോ. സത്യം പറയുന്ന കുട്ടികളെ തല്ലരുത് ദീപു, ടേക്ക് ഇറ്റ് ഈസി. പിന്നെ ഞാൻ പൊണ്ണത്തടിയനാണെങ്കിൽ ഈ നിൽക്കുന്ന ദീപുവിന്റെ സഹോദരി വാസന്തി എന്ത് വിളിക്കും? പൊണ്ണത്തടിച്ചു തന്നു. ഓ പിന്നെ എനിക്ക് നിങ്ങളുടെ അത്ര തടിയൊന്നുമില്ല. എങ്കിൽ ആ വേയിങ് മെഷീൻ എടുക്ക്. നിനക്ക് എന്നെക്കാൾ 5 കിലോ കൂടുതലില്ലെങ്കിൽ ആ നിമിഷം ഞാൻ എന്റെ തൊപ്പി വരും. നിങ്ങളുടെ തൊപ്പി അല്ലെങ്കിൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഊരിക്കോളും. അതെന്ത് പറ്റി ചേച്ചി? എന്ത് പറ്റാൻ? വല്ല കള്ളന്മാരോ കൊള്ളക്കാരെയോ പിടിക്കാൻ മേലേന്ന് ഉത്തരവ് വന്ന ഉടനെ പനിയാണെന്ന് പറഞ്ഞ് മുറിക്കകത്ത് കയറി ഒളിച്ചിരിക്കും. സിക്ക് ലീവ്. വാസന്തി, മൈൻഡ് യുവർ വേർഡ്സ്.
ദീപുവിന് അറിയാമോ, ഇന്നലെ രാത്രിയിലും DIG എന്നെ വിളിച്ചിരുന്നു. തൊപ്പി ഊരുന്ന കാര്യം പറയാനായിരിക്കും. ഷട്ടപ്പ്. DIG എന്നെ അഭിനന്ദിക്കുകയായിരുന്നു. പാണത്തൂർ കൊലക്കേസിൽ അതിവിദഗ്ധമായില്ലേ ഞാൻ തുമ്പുണ്ടാക്കിയത്. ആ, അത് മറ്റു വല്ലവരും ഉണ്ടാക്കിയ തുമ്പിന്റെ തുമ്പെ കയറി പിടിച്ചതായിരിക്കും. ആ, ദേ ബസ് വന്ന് ഓടിക്കോ. ഓക്കെ ബൈ. അയ്യോ സമയം പോയി, ഗ്യാസ് ഊറ്റി എടുക്കട്ടെ. ആത്മധൈര്യമാണ് ഒരു പോലീസുകാരന്റെ ശക്തി. സ്വന്തം ഭാര്യ തന്നെ അത് ചോർത്തിക്കളയരുത്. ഇല്ലാത്തതൊന്നും ചോർത്തിക്കളയാൻ ഒരു ഭാര്യയ്ക്കും സാധിക്കില്ല. വൈകിപ്പോയോ? എത്ര പറഞ്ഞാലും നീ കേക്കില്ല. ഈ തിരക്കിനിടയ്ക്ക് ഇതൊക്കെ വാങ്ങിച്ചു വരേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? ചേച്ചി ഒരാൾ മാത്രമേ ഇതൊക്കെ പറയാറുള്ളൂ. പക്ഷെ എന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? അറിയാം. എന്നൊന്ന് പറഞ്ഞേ. ഒരു ദിവസം ഒരിക്കലെങ്കിലും നിനക്ക് ഇവിടെ വരണം. ചുമ്മാ വരുന്നതിലും നല്ലതല്ലേ ഒരു കാര്യത്തിന് വരുന്നത്. കറക്റ്റ്. എങ്ങനെ മനസ്സിലാക്കിയത്? നീ തന്നെ പറഞ്ഞിട്ട്. ആണോ? എന്താടി ദീപമാമനെ കണ്ടിട്ട് നിനക്കൊരു മൈൻഡ് ഇല്ലാത്തത്? ഞാനൊരു പ്രോബ്ലത്തിൽ കുഴഞ്ഞിരിക്കുക. എന്ത് പ്രോബ്ലം? In a theater, seats are arranged in 20 rows. Each row contains 3 seats more than the numbers of the seats in the immediate front row. If there are 12 seats in the first row, find the total number of the seats in the theater. ഇതിലെന്താ ഇത്ര വലിയ പ്രശ്നം? ഫോർമുല അറിയില്ലേ? കണ്ണു തുറപ്പിക്കണ്ട, എഴുത്. നമ്പർ ഓഫ് റോസ് n ഇടാം. ടോട്ടൽ റോ എത്രയാ? 20. ഓക്കെ, അപ്പോ n is equal to 20. ഇനി കോമൺ ഡിഫറൻസിന് d എന്ന് എഴുത്. d എത്രയാ? 3. ഓക്കെ, ഇനി ഫസ്റ്റ് റോയ്ക്ക് a എന്ന് എഴുത്. ഫസ്റ്റ് റോയിൽ എത്രയാ സീറ്റ്? 12. അപ്പോ a is equal to 12. ഇനി ടോട്ടൽ സീറ്റ്സ് കാണണം. n/2 into 2a plus n minus 1 into d. പിടികിട്ടിയാ? സ്വാമി ശരണം. ഇനി ഓരോന്നിന്റെ വാല്യൂ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ചായ 10ാം ക്ലാസ്സിൽ ഇവൾക്ക് മാത്സിന് നല്ല ട്യൂഷൻ വേണ്ടി വരും ചേച്ചി. ബേസിക്സ് ഒന്നും അറിയില്ല. അതൊക്കെ അറിയാം. പിണ്ണാക്ക് അറിയാം. ബാലേട്ട് നിന്നെ കാണണോന്ന് പറഞ്ഞിരുന്നു. ഞാൻ എന്റെ ഷോപ്പിലേക്ക് പോവാ. സീമ വിളിച്ചിരുന്നു. അങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പൊ ഒട്ടും സമയം കളയുന്നില്ല, ഞാൻ ഇറങ്ങുന്നു. ഓട്ടടി. മെഡ്രാസിലെ ഒരു ബ്യൂട്ടീഷ്യന്റെ ഹെർബൽ കോമ്പിനേഷനാ. നന്ദേട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ സിസ്റ്റർ കൊണ്ടുവന്നതാ. നിനക്ക് ഇത് എന്നെ ജോലിയില്ലേ? ഞാൻ മറിയേ. എടി, നെൽസൺ മണ്ടേല കറുത്തിട്ടല്ലേ? മാർട്ടിൻ ലൂതർ കിങ് കറുത്തിട്ടല്ലേ? എന്തിന്? ഫുട്ബോൾ താരം IM വിജയൻ കറുത്തിട്ടല്ലേ? തൊലിയിലല്ല, കഴിവിലാണ് കാര്യം. എനിക്ക് കഴിവില്ലല്ലോ, അപ്പൊ തൊലിയെങ്കിലും എടുത്തിരിക്കട്ടെ. ഓ, നീ അതൊന്ന് തുടച്ചു കളയുന്നുണ്ടോ? കണ്ടിട്ടൊരു ഭൂതത്തിനെ പോലെ ഇരിക്കുന്നു. തലയിൽ എന്തോന്നത്? കറണ്ട് കണക്ഷൻ കൊടുത്തിരിക്കുന്നു. ദീപോട്ടാ മതി കളിയാക്കിയത്. ഇത് മുടി ചുരുളാൻ വേണ്ടിട്ടുള്ളതാ. നിന്നോടാ പറഞ്ഞത് തുടച്ചു കളയാൻ. വാ. നീ കാലത്ത് തന്നെ അവിടെ എവിടെയൊക്കെ ഫോൺ ചെയ്ത് എന്തിന്? അതെ, ഇന്ന് പെണ്ണ് കാണാൻ പോകുമ്പോഴും ചെരുപ്പില്ല. ഉണ്ടായിരുന്ന ചെരുപ്പൊക്കെ അവിടെ നാട് വിട്ടുപോയാ? നല്ല ഹീലുള്ള 3 ചെരുപ്പല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് നടക്കുമ്പോ വീഴാൻ പോകുന്നു, മറ്റവന്റെ വള്ളി പൊട്ടി. 3ാമത്തെ ചെരുപ്പ് ഇന്ന് കൊടുക്കുന്ന സാരിക്ക് മാച്ച് ചെയ്യുന്നില്ല. എന്തിനാ ചിരിക്കുന്നേ? നിന്റെ ഭർത്താവ് വല്ലപ്പോഴും മാത്രം തിരുവനന്തപുരത്ത് വരുന്ന ആളായത് അയാളുടെ ഭാഗ്യം. സ്ഥിരമായിട്ട് ഇവിടെ ആയിരുന്നെങ്കിൽ നീ കാരണം അവര് വട്ട് പിടിച്ചനെ. ദീപോട്ടിന്റെ ഈ സ്വഭാവം കാരണം ദീപോട്ടിന്റെ ഭാര്യയ്ക്കാ വട്ട് പിടിക്കാം. കുടിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ പറ. ജാനകിയമ്മേ, എനിക്കൊന്നും വേണ്ട. ഇടി, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിക്കൂടെ? ഇതെന്താ സാമ്പാറാ? അതെ. അപ്പൊ നീ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലേ? എടി, സാമ്പാർ കഴിച്ച കറുത്തു പോവും. അതുകൊണ്ടല്ലേ ഇക്കണ്ട ഫേഷ്യലും ക്രീമൊക്കെ ഇട്ട് തേച്ചിട്ട് നീ വെളുക്കാത്തത്. ഒന്ന് ചുമ്മാ ദീപോട്ടാ. സാമ്പാർ കഴിച്ച കറുത്തു പോവുത്രേ. ഇക്കാലം വരെ അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഇല്ല. ഈ അടുത്ത കാലത്തല്ലേ ഗവേഷണത്തിൽ കണ്ടുപിടിച്ചത്. അതുകൊണ്ടല്ലേ അമേരിക്കക്കാർ പോലും സാമ്പാർ ഇപ്പൊ നിരോധിച്ചത്. ആണോ? അമേരിക്ക സാമ്പാർ നിരോധിച്ചോ? നീ പത്രം ഒന്നും വായിക്കാറില്ലേ? പത്രം വായിക്കാൻ സമയം കിട്ടണ്ടേ ദീപോട്ടാ? അതാണ് കുഴപ്പം. സാമ്പാർ അമേരിക്കക്കാര് നിരോധിച്ചു എന്ന് മാത്രല്ല, അവരിപ്പൊ പുളിശ്ശേരി എരിശ്ശേരി ഒക്കെ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കല്ലേ. അയ്യോ, എന്നതുകൊണ്ട് കളഞ്ഞേക്കാം. ഇങ്ങനെയൊരു ജന്മം. ഓ, പുതിയ ഓഫീസർ ചാടിക്കടിക്കുന്ന ആളാണെന്നാ പറയുന്നത്. എന്തെങ്കിലും ദമ്പടി കിട്ടാനുള്ള ചാട്ടോ ആയിരിക്കും. അത് നടക്കില്ല. കാരണം ഞാൻ കൃത്യമായി സെയിൽ ടാക്സ് അടയ്ക്കുന്ന ആളാണ്. അതുകൊണ്ട്
തൽക്കാലം ഞാൻ അയാളെ കണ്ട ശരിയാവില്ല. അപ്പൊ ഞാൻ അങ്ങനെ കാണണം. ബാലേട്ടൻ സ്ഥലത്തില്ല, ഞാൻ അങ്ങയുടെ ബ്രദറിലോ ആണ്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയണം. കറക്റ്റ്. ഓക്കെ. വേണ്ടി വന്നാൽ ചില തമാശകളും കോമഡികളൊക്കെ പറഞ്ഞ അങ്ങനെ കുപ്പിയിലിറക്കണം. കുപ്പിയിലർക്കൊന്നും വേണ്ട, ശത്രു ആണെങ്കിൽ മിത്രമാക്കണം. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. വേറൊന്നുമില്ലോ? വേറൊന്നുമില്ല. ഓക്കെ. അപ്പൊ എങ്ങനെയാ, ഇന്നെങ്ങോട്ടും പെണ്ണ് കാണാനൊന്നും പോകുന്നില്ല? അത് ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്. ഒരു സംശയം ചോദിച്ചിട്ട് പാലട്ടാ, ഈ പെണ്ണ് കെട്ടിയില്ലെങ്കിൽ എന്താ സുപ്രീം കോടതി നമ്മൾ തൂക്കിക്കൊല്ലുവോ? അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇതുവരെയുള്ള ദീപുവിന്റെ ജീവിതത്തിൽ ഒരു ജീവിത പങ്കാളിയില്ല. ഇല്ല. അങ്ങനെ ഒന്നും ഉണ്ടാവുന്ന ജീവിതം എങ്ങനെയാണ് നമ്മളൊന്ന് അറിയണ്ടേ? എന്തിന്? അല്ല, ലോകത്തുള്ള സർവ്വവിധ സമൂഹങ്ങളും വിവാഹത്തെ അനുകൂലിക്കുന്നത് എന്തുകൊണ്ടാ? സർവ്വവിധ സമൂഹങ്ങളോ? ബാലേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? പക്ഷിമൃഗാദികളൊക്കെ തന്നെ. ഓ, അപ്പൊ ആനയും പട്ടിയും പൂച്ചയൊക്കെ എന്നെ പോലെ രാവിലെ പെങ്ങന്മാരെയും കൂട്ടി പെണ്ണ് കാണാൻ ഇറങ്ങുക? എന്തായാലും ആ സമൂഹത്തിൽ ആരും ഇന്നേ വരെ എന്നെ പോലെ പെണ്ണ് കണ്ട് മടുത്തിട്ടുണ്ടാവില്ല. അതൊരു പക്ഷെ ശരിയായിരിക്കാം. പക്ഷേ എല്ലാവിധത്തിലുള്ള അനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴാണ് ഒരു മനുഷ്യ ജീവിതം പൂർണ്ണമാവുന്നത്. ഓഹോ, ബാലേട്ടൻ തുണിക്കച്ചവടക്കാരനോ അതോ ഫിലോസഫറോ? എന്തായാലും ഇനി ഈ സംഭവത്തെ കുറിച്ച് ബാലേട്ടനായിട്ട് സംസാരിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ കുപ്പിയിൽ ഇറക്കിയിട്ട് ഞാൻ വിളിക്കാം.